ഓം ശാന്തി 30/6/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 30/3/2000. മുരളിയുടെ ടൈറ്റിലാണ് മനസ്സിനെ ആരോഗ്യശാലിയാക്കി വെക്കുന്നതിന് ഇടയ്ക്കിടെ 5 സെക്കൻഡെങ്കിലും എടുത്ത് മനസ്സിന്റെ വ്യായാമം ചെയ്യൂ. ഇന്ന് ദീർഘദൃഷ്ടിയായ ബാബ്ദാദ തന്റെ സാകാര ലോകത്തെ ഭിന്ന ഭിന്ന ദേശവാസികളായ കുട്ടികളെ കാണാൻ വന്നിരിക്കുകയാണ്. ബാബ്ദാദ ഭിന്ന ഭിന്ന ദേശവാസികളെ ഒരു ദേശവാസിയായി കാണുന്നു. ആര് എവിടെ നിന്ന് വന്നതാണെങ്കിലും ശരി, പക്ഷെ ഏറ്റവും ആദ്യം എല്ലാവരും ഒരേ ദേശത്തിൽ നിന്നും വന്നതാണല്ലോ. അപ്പോൾ തന്റെ അനാദി ദേശം ഓർമ്മയില്ലേ? പ്രിയപ്പെട്ടതായി തോന്നുന്നില്ലേ? ബാബയുടെ ഒപ്പമൊപ്പം തന്റെ അനാദി ദേശവും വളരെ പ്രിയപ്പെട്ടതായി തോന്നുന്നില്ലേ? ബാബ്ദാദ ഇന്ന് എല്ലാ കുട്ടികളുടെയും പഞ്ചസ്വരൂപം കാണുകയാണ്. അറിയാമല്ലോ 5 സ്വരൂപങ്ങൾ ഏതെല്ലാമാണ്? അറിയില്ലേ? പഞ്ചമുഖനായ ബ്രഹ്മാവിന്റെയും പൂജയുണ്ടാകുന്നു. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും 5 സ്വരൂപം കാണുകയാണ്. ആദ്യത്തേത് അനാദി ജ്യോതി ബിന്ദു സ്വരൂപം. ഓർമ്മയില്ലേ തന്റെ സ്വരൂപം? മറക്കുന്നില്ലല്ലോ. രണ്ടാമത്തേത് ആദി ദേവതാ സ്വരൂപം. എത്തിച്ചേർന്നോ ദേവതാ സ്വരൂപത്തിൽ? മൂന്നാമത്തേത് മധ്യത്തിലെ പൂജ്യ സ്വരൂപം. അതും ഓർമ്മയുണ്ടോ? താങ്കൾ ഏവരുടെയും പൂജ ഉണ്ടാകുന്നുണ്ടോ? അതോ ഭാരതവാസികളുടെ ആണോ ഉണ്ടാകുന്നത്? താങ്കളുടെ പൂജ ഉണ്ടാകുന്നുണ്ടോ? കുമാരന്മാർ പറയൂ, താങ്കളുടെ പൂജ ഉണ്ടാകുന്നുണ്ടോ? മൂന്നാമത്തേതാണ് പൂജ്യ സ്വരൂപം. നാലാമത്തേത് സംഗമയുഗി ബ്രാഹ്മണ സ്വരൂപം. അവസാനത്തേതാണ് മാലാഖ സ്വരൂപം. അപ്പോൾ 5 രൂപവും ഓർമ്മ വന്നുവോ? ഒരു സെക്കൻഡിൽ ഈ 5 രൂപങ്ങളിലും അവനവനെ അനുഭവം ചെയ്യാൻ സാധിക്കുമോ? 1, 2, 3, 4, 5. അപ്പോൾ ചെയ്യാൻ കഴിയുമോ? ഈ 5 സ്വരൂപവും എത്ര പ്രിയപ്പെട്ടതാണ്. എപ്പോൾ വേണമോ ഏത് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണമോ ചിന്തിച്ചു, അനുഭവം ചെയ്തു. ഇതാണ് മനസ്സിന്റെ ആത്മീയ വ്യായാമം. ഇന്നൊക്കെ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? വ്യായാമം ചെയ്യാറില്ലേ? ആദിയിലും താങ്കളുടെ ലോകത്തിൽ, അതായത് സത്യയുഗത്തിൽ, സ്വാഭാവികമായി ചുറ്റി നടക്കുന്നതിന്റെ വ്യായാമം ഉണ്ടായിരുന്നു. അതുപോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 1, 2, 3 വ്യായാമമല്ല. ഇപ്പോൾ അന്തിമത്തിലും ബാബ്ദാദ മനസ്സിന്റെ വ്യായാമം ചെയ്യിക്കുകയാണ്. സ്ഥൂല വ്യായാമത്തിൽ ശരീരം ആരോഗ്യശാലി ആകാറില്ലേ? അപ്പോൾ ചുറ്റിക്കറങ്ങവേ ഈ മനസ്സിന്റെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിനു വേണ്ടി സമയം എടുക്കേണ്ട ആവശ്യമില്ല. 5 സെക്കൻഡ് എപ്പോഴെങ്കിലും എടുക്കാൻ കഴിയുമോ ഇല്ലയോ? ഇങ്ങനെ ആരും തിരക്കിലാകില്ല 5 സെക്കൻഡ് പോലും എടുക്കാൻ സാധിക്കാത്തതായിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തൂ. പിന്നീട് പറയില്ലല്ലോ എന്ത് ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല. ഇത് പറയില്ലല്ലോ അല്ലേ? സമയം ലഭിക്കുമോ? എങ്കിൽ വ്യായാമം ഇടയ്ക്കിടെ ചെയ്യൂ. ഏത് കാര്യത്തിലാണെങ്കിലും 5 സെക്കൻഡ് മനസ്സിന്റെ വ്യായാമം ചെയ്യൂ. അപ്പോൾ മനസ്സ് സദാ ആരോഗ്യശാലിയായിരിക്കും, നേരെ ആയിരിക്കും. ബാബ്ദാദ പറയുന്നു, ഓരോ മണിക്കൂറിൽ 5 സെക്കൻഡ് വ്യായാമം ചെയ്യൂ. സാധിക്കുമോ? നോക്കൂ, എല്ലാവരും പറയുന്നു സാധിക്കും. ഓർമ്മ വയ്ക്കുക. ഓം ശാന്തി ഭവൻ, അതായത് ഹോൾ ഓർമ്മിക്കുക, മറക്കരുത്.
അപ്പോൾ മനസ്സിന്റെ പലതരത്തിലുള്ള പരാതികൾ ഇല്ലേ? എന്തു ചെയ്യാൻ മനസ്സ് നിൽക്കുന്നില്ല. മനസ്സിനെ ശരിയാക്കി എടുക്കുകയാണ്. പറയാറുണ്ടല്ലോ, മുൻപ് സമയത്ത് കാലും കൈയും മനസ്സും എത്തുമായിരുന്നു. ഇപ്പോൾ മാറിയിരിക്കുന്നു. മനസ്സിനെ ഭാരമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർത്തും ഭാരരഹിതമായി മാറും, അഭ്യാസമായി മാറും. ബ്രാഹ്മണൻ എന്ന വാക്ക് ഓർമ്മ വന്നാൽ ബ്രാഹ്മണ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരൂ. മാലാഖ എന്ന വാക്ക് പറയുമ്പോൾ മാലാഖയായി മാറൂ. ബുദ്ധിമുട്ടാണോ? അല്ലല്ലോ. കുമാരന്മാർ സംസാരിക്കൂ. ബുദ്ധിമുട്ടാണോ? താങ്കൾ മാലാഖയാണോ അല്ലയോ? താങ്കളാണോ അതോ മറ്റുള്ളവരാണോ? എത്ര തവണ മാലാഖ ആയിട്ടുണ്ട്? എണ്ണമറ്റ തവണ ആയിട്ടുണ്ട്. താങ്കൾ തന്നെയാണോ ആയിട്ടുള്ളത്? ശരി. എണ്ണമറ്റ തവണ ചെയ്തിട്ടുള്ള കാര്യം ആവർത്തിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഈ അഭ്യാസം ചെയ്യുക. എവിടെയായാലും 5 സെക്കൻഡ് മനസ്സിനെ നടത്തിക്കൂ. ചുറ്റിക്കറക്കൂ. ചുറ്റിക്കറങ്ങുക നല്ലതാണല്ലോ. ടീച്ചേഴ്സ്, ശരിയല്ലേ? കറങ്ങാൻ അറിയാമല്ലോ. കറങ്ങിക്കോളൂ. പിന്നെ കർമ്മത്തിലേക്ക് വരൂ. ഓരോ മണിക്കൂറിലും ചുറ്റിക്കറങ്ങി പിന്നെ ജോലിയിൽ മുഴുകൂ. എന്തുകൊണ്ടെന്നാൽ ജോലി വിടാൻ ആകില്ലല്ലോ. കർത്തവ്യം നിറവേറ്റണം. 5 സെക്കൻഡ്, മിനിറ്റുമല്ല സെക്കൻഡ് എടുക്കാൻ സാധിക്കുകയില്ലേ? ചെയ്യാൻ സാധിക്കുമോ? UN ഓഫീസിൽ ചെയ്യാൻ കഴിയില്ലേ? മാസ്റ്റർ സർവശക്തിവാനാണ്. എങ്കിൽ മാസ്റ്റർ സർവശക്തിവാന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? ബാപ്ദാദയ്ക്ക് ഒരു കാര്യത്തിൽ കുട്ടികളെ കണ്ട് മധുരമധുരമായ ചിരി വരുന്നു. ഏത് കാര്യത്തിന്? വെല്ലുവിളിക്കുന്നു, ക്ഷണപത്രിക അച്ചടിക്കുന്നു, പ്രഭാഷണം ചെയ്യുന്നു, കോഴ്സ് എടുക്കുന്നു. എന്താണ് ചെയ്യുന്നത്? നാം വിശ്വത്തെ പരിവർത്തനപ്പെടുത്തും. ഇതാണല്ലോ എല്ലാവരും പറയുന്നത്. അതോ അല്ലയോ? എല്ലാവരും പറയുന്നുവോ അതോ വെറും പ്രഭാഷണം ചെയ്യുന്നവർ പറയുന്നുവോ? അപ്പോൾ ഒരു വശത്ത് പറയുന്നു വിശ്വം പരിവർത്തനപ്പെടുത്തും, മാസ്റ്റർ സർവശക്തിവാനാണ്. മറുവശത്ത് തന്റെ മനസ്സിനെ എന്റെ മനസ്സ് എന്ന് പറയുന്നു, മനസ്സിന്റെ അധികാരിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നിട്ടും പറയുന്നു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിരി വരില്ലേ? വരില്ലേ ചിരി? അപ്പോൾ ഏത് സമയത്ത് ചിന്തിക്കുന്നുവോ മനസ്സ് അനുസരിക്കുന്നില്ല, ആ സമയം അവനവനോട് പുഞ്ചിരിക്കുക. മനസ്സിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ കണ്ടിട്ടുണ്ട് 3 തരത്തിൽ വരകളുണ്ടാകുന്നു. ഒന്ന് വെള്ളത്തിലെ വര. വെള്ളത്തിലെ വര കണ്ടിട്ടുണ്ട്. വരച്ചാൽ ആ സമയം ഇല്ലാതാകും. ചെയ്തിട്ടില്ലേ? രണ്ടാമത്തേത് കടലാസിൽ എവിടെയെങ്കിലും വരയ്ക്കുന്നത്. ഏറ്റവും വലിയ വരയാണ് കല്ലുകൊണ്ടുള്ള വര. കല്ലുകൊണ്ടുള്ളത് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാണുന്നു കുട്ടികൾ തന്നെ മനസ്സിൽ കല്ലുകൊണ്ട് വരയ്ക്കുന്ന പോലെ ഉറപ്പിച്ചു വെക്കുന്നു. മായ്ച്ചാലും മായുന്നില്ല. അങ്ങനെയുള്ള വര നല്ലതാണോ? എത്ര തവണ പ്രതിജ്ഞയും ചെയ്യുന്നു, ഇനി മുതൽ ചെയ്യുകയില്ല, ഇനി മുതൽ ഉണ്ടാവുകയില്ല. എന്നാൽ വീണ്ടും വീണ്ടും പരവശരാകുന്നു. അതിനാൽ ബാപ്ദാദയ്ക്ക് കുട്ടികളോട് വെറുപ്പ് വരുന്നില്ല, ദയ വരുന്നു. പരവശരാവുകയാണ്. അതിനാൽ പരവശരോട് ദയ തോന്നുന്നു. ബാപ്ദാദ ഇങ്ങനെ ദയാഭാവത്തോടെ കുട്ടികളെ കാണുമ്പോൾ ഡ്രാമയുടെ തിരശീലയിൽ എന്താണ് വരുന്നത്? ഏതുവരേക്ക്? അപ്പോൾ ഇതിനുള്ള ഉത്തരം താങ്കൾ നൽകൂ. ഏതുവരെ? കുമാരന്മാർക്ക് നൽകാൻ കഴിയുമോ? ഏതുവരെ ഇത് സമാപ്തമാകും?
വളരെ പദ്ധതി ഉണ്ടാക്കുന്നല്ലോ കുമാരന്മാർ. അപ്പോൾ ഏതുവരെ എന്ന് പറയാൻ കഴിയുമോ? അവസാനവും ഇത് എപ്പോൾ വരെ? പറയൂ, ഉത്തരം വരുന്നുണ്ടോ? ഏതുവരെ? ദാദിമാർ പറയൂ. ബ്രാക്കറ്റിൽ ഏതുവരെ സംഗമയുഗമുണ്ടോ അതുവരേക്കും കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാകും. അപ്പോൾ സംഗമയുഗവും ഏതുവരെ? ബ്രാക്കറ്റിൽ മാലാഖ ആകുന്നത് വരെ. അതും എപ്പോൾ വരെ? ബ്രാക്കറ്റിൽ ബാബ പറയട്ടെ. മാലാഖ ആകേണ്ടത് താങ്കൾക്കോ ബാബയ്ക്കോ? അപ്പോൾ ഇതിന് ഉത്തരം ആലോചിക്കുക. ബാബ പറയും, ഇപ്പോൾ തയ്യാറാണോ? പകുതി മാലയിലും കൈ ഉയർത്തിയില്ല. ബാബ്ദാദ സദാ കുട്ടികളെ സമ്പന്ന സ്വരൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ബാബയാണ് എന്റെ ലോകം എന്ന് തന്നെ പറയുമ്പോൾ ഇത് എല്ലാവരും പറയുന്നില്ലേ? മറ്റെന്തെങ്കിലും ലോകമൊക്കെ ഉണ്ടോ? ബാബ തന്നെയാണ് ലോകം. അപ്പോൾ ലോകത്തിന് പുറത്ത് മറ്റെന്താണ്? കേവലം സംസ്കാര പരിവർത്തനം ചെയ്യുന്നതിന്റെ കാര്യമാണ്. ബ്രാഹ്മണരുടെ ജീവിതത്തിൽ ഭൂരിപക്ഷവും വിഘ്നരൂപമാകുന്നു സംസ്കാരം. തന്റെ സംസ്കാരമാകട്ടെ മറ്റുള്ളവരുടെ സംസ്കാരമാകട്ടെ, ജ്ഞാനം എല്ലാവരിലുമുണ്ട്, ശക്തികളും എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നാൽ കാരണമെന്താണ്? ഏത് ശക്തി ഏത് സമയം കാര്യത്തിൽ ഉപയോഗിക്കണോ ആ സമയം പ്രത്യക്ഷമാകുന്നതിന് പകരം കുറച്ചു വൈകി പ്രത്യക്ഷമാകുന്നു. പിന്നീട് ചിന്തിക്കുന്നു, ഇങ്ങനെ പറയാതെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇത് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്യുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷെ പാസ്സാകേണ്ടിയിരുന്ന സമയം കടന്നുപോയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരിൽ ശക്തികളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. സഹനശക്തി ഇതാണ്, നിർണയശക്തി ഇതാണ്, ഇങ്ങനെ ഉപയോഗിക്കണം. വെറും അല്പസമയത്തിന്റെ വ്യത്യാസമുണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു തവണ സമയത്ത് കാര്യത്തിൽ വന്നില്ലെങ്കിൽ പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുന്നു, ഇതുപയോഗിച്ച് ഇത് ചെയ്യണമായിരുന്നു. മനസ്സിലാക്കുന്നത് പിന്നീടാണ്. എന്നാൽ ആ തെറ്റിനെ ഒരു തവണ അനുഭവിച്ച ശേഷം മുന്നോട്ട് അനുഭവിയായി അതിനെ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടോളൂ, രണ്ടാമത് ഉണ്ടാവാതിരിക്കാൻ. പിന്നെയും പുരോഗതി ഉണ്ടാകാം. ആ സമയത്ത് മനസ്സിലാകുന്നു, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. എന്നാൽ അതേ തെറ്റ് രണ്ടാമത് ഉണ്ടാകരുത്. അതിനുവേണ്ടി അവനവനോട് നല്ല രീതിയിൽ ബോധവൽക്കരണം ചെയ്യുക. അതിലും അത്ര മുഴുവൻ ശതമാനം വിജയിക്കുന്നില്ല. മായ വളരെ സമർത്ഥമാണ്. ഒരു കാര്യം നോക്കൂ, താങ്കളിൽ സഹനശക്തി കുറവാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയുള്ള സഹനശക്തി ഉപയോഗിക്കേണ്ട കാര്യത്തിൽ ഒരു തവണ താങ്കൾ തിരിച്ചറിഞ്ഞു. എന്നാൽ മായ എന്തു ചെയ്യുന്നുവെന്നാൽ രണ്ടാമത്തെ തവണ രൂപം അല്പം മാറി വരുന്നു. സംഭവിക്കുന്നത് അതേ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ യുഗത്തിൽ അതേ പഴയ സാധനം പോളിഷ് ചെയ്ത് പുതിയതിലും പുതിയതായി കാണപ്പെടുന്നത് പോലെ മായയും ഇങ്ങനെ പോളിഷ് ചെയ്തു വരുന്നു. കാര്യത്തിന്റെ രഹസ്യം അത് തന്നെ ആകുന്നു. വിചാരിക്കൂ, താങ്കളിൽ അസൂയ വന്നു. അസൂയയും പല പല രൂപത്തിലുണ്ട്, ഒരു രൂപത്തിലല്ല. അപ്പോൾ ബീജം അസൂയയുടേത് തന്നെ ആയിരിക്കും. എന്നാൽ മറ്റ് രൂപത്തിൽ വരും, അതേ രൂപത്തിൽ വരുന്നില്ല. അപ്പോൾ പലതവണ ചിന്തിക്കുന്നു, ഈ കാര്യം ആദ്യത്തേത് അതായിരുന്നില്ലേ, ഇതാണെങ്കിൽ കാര്യം തന്നെ മറ്റൊന്നാണല്ലോ. എന്നാൽ ബീജം അത് തന്നെയാകുന്നു, രൂപം മാത്രം പരിവർത്തിതമാകുന്നു. അതിനുവേണ്ടി ഏതൊരു ശക്തി വേണം? തിരിച്ചറിയാനുള്ള ശക്തി. ഇതിനായി ബാബ്ദാദ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്ന്, സത്യമായ ഹൃദയം.
സത്യത. ഉള്ളിൽ വയ്ക്കാതിരിക്കൂ. ഉള്ളിൽ വയ്ക്കുന്നതിലൂടെ ബലൂണിൽ വായു നിറയുന്നു. അവസാനം എന്താകും? പൊട്ടിത്തെറിക്കില്ലേ? അപ്പോൾ സത്യമായ ഹൃദയം. ആത്മാക്കൾക്ക് മുന്നിൽ അല്പം സങ്കോചം വരുന്നു, അല്പം ലജ്ജ വരുന്നു. അറിയില്ല എന്നെ ഏത് ദൃഷ്ടിയോടെ നോക്കും. എന്നാൽ സത്യമായ ഹൃദയത്തോടെ, തിരിച്ചറിവോടെ ബാബ്ദാദയ്ക്ക് മുന്നിൽ വയ്ക്കൂ. ഇങ്ങനെയല്ല, ഞാൻ ബാബ്ദാദയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ തെറ്റ് സംഭവിച്ചു. ആജ്ഞ നടത്തുന്നത് പോലെ, അതെ എന്നിൽ നിന്ന് ഈ തെറ്റുണ്ടായി, ഇങ്ങനെയല്ല. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ, സത്യമായ ഹൃദയത്തോടെ, കേവലം ബുദ്ധികൊണ്ടല്ല, എന്നാൽ ഹൃദയം കൊണ്ട്, അഥവാ ബാബ്ദാദയുടെ മുന്നിൽ തിരിച്ചറിയുന്നുവെങ്കിൽ ഹൃദയം കാലിയാകും, അഴുക്കില്ലാതാകും. പ്രശ്നങ്ങൾ വലുതാകുകയില്ല, ചെറുതാകുന്നു. എന്നാൽ താങ്കളുടെ ഹൃദയത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവയിലൂടെ ഹൃദയം നിറയുന്നു. കാലിയായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹൃദയം കാലി ആയില്ലെങ്കിൽ ഹൃദയേശ്വരൻ എവിടെയായിരിക്കും? ഇരിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ സത്യമായ ഹൃദയത്തിൽ പ്രഭു സംപ്രീതൻ. എന്താണോ എങ്ങനെയാണോ ബാബ താങ്കളുടേതാണ്. ബാബ്ദാദയാണെങ്കിൽ അറിയുന്നു, യഥാക്രമമാകുക തന്നെ വേണം. അതിനാൽ ബാബ്ദാദ ആ ദൃഷ്ടിയോടെ താങ്കളെ നോക്കുകയില്ല. എന്നാൽ സത്യമായ ഹൃദയവും രണ്ടാമതായി പറഞ്ഞിരുന്നു, സദാ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആകണം. ലൈൻ തടസ്സപ്പെടരുത്, കട്ടാകരുത്. ബാബ്ദാദ സമയത്ത് എന്ത് ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നുവോ, ആശീർവാദം നൽകാൻ ആഗ്രഹിക്കുന്നുവോ, അധിക സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവോ, അഥവാ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ലഭിക്കുകയില്ല. ലൈൻ ക്ലിയറേ അല്ല, സ്വച്ഛമല്ല, കട്ടാണ് എങ്കിൽ എന്ത് പ്രാപ്തി വേണമോ അത് ഉണ്ടാകുകയില്ല. പല കുട്ടികളും പറയുന്നില്ലെങ്കിൽ ചിന്തിക്കുന്നു. ചില ആത്മാക്കൾക്ക് ധാരാളം സഹയോഗം ലഭിക്കുന്നു. ബ്രാഹ്മണരുടെയും ലഭിക്കുന്നു, മുതിർന്നവരുടെയും ലഭിക്കുന്നു, ബാബ്ദാദയുടെയും ലഭിക്കുന്നു. ഞങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നത്. കാരണം എന്താണ്? ബാബ ദാതാവാണ്, സാഗരമാണ്. എത്രത്തോളം എന്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ ബാബ്ദാദയുടെ ഭണ്ഡാരത്തിൽ പൂട്ടും ചാബിയും ഇല്ല, കാവൽക്കാരില്ല. ബാബ എന്ന് വിളിച്ചാൽ ഹാജരാണ്. ബാബ എന്ന് പറഞ്ഞ് എടുത്തോളൂ. ദാതാവല്ലേ? ദാതാവുമാണ്, സാഗരവുമാണ്. അപ്പോൾ എന്ത് കുറവാണ് ഉണ്ടാവുക? ഈ രണ്ട് കാരണങ്ങളുടെയും കുറവാണ് ഉണ്ടാകുന്നത്. ഒന്ന്, സത്യമായ ഹൃദയം ശുദ്ധമായ ഹൃദയമാകണം. സാമർഥ്യം കാണിക്കരുത്. സാമർഥ്യം ധാരാളം കാണിക്കുന്നു. പല തരത്തിലുള്ള സാമർഥ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധ ഹൃദയം, സത്യമായ ഹൃദയം. രണ്ടാമത്, ബുദ്ധിയുടെ ലൈൻ സദാ പരിശോധിക്കൂ. ക്ലിയർ ആണോ, ക്ലീൻ ആണോ? ഇന്നത്തെ കാലത്ത് സയൻസിന്റെ സാധനങ്ങളിലും കാണുന്നില്ലേ, അല്പമെങ്കിലും തടസ്സമുണ്ടായാൽ ക്ലിയർ ആവുകയില്ല. അപ്പോൾ ഇത് തീർച്ചയായും ചെയ്യൂ. മറ്റൊരു വിശേഷ കാര്യം, ഈ സീസണിന്റെ അവസാന ടേൺ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഡബിൾ വിദേശികൾക്കും വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അവസാന ടേണിൽ താങ്കൾ മുന്നിലിരിക്കുന്നുവെങ്കിൽ താങ്കളോട് തന്നെയാണ് പറയേണ്ടി വരിക. ബാബ്ദാദ കണ്ടു ഒരു സംസ്കാരം, അല്ലെങ്കിൽ സ്വഭാവം. സ്വഭാവമാണെങ്കിൽ എല്ലാവർക്കും അവരവരുടേതാണ്. എന്നാൽ സർവരുടെയും സ്നേഹി, കാര്യങ്ങളിലും സംബന്ധത്തിലും സഫലം, മനസ്സാ വിജയി, വാക്കിൽ മധുരത അപ്പോഴേ വരികയുള്ളൂ. സരള സ്വഭാവം ആകുമ്പോൾ. അലസ സ്വഭാവമല്ല, ആലസ്യം വേറെ സാധനമാണ്. സരള സ്വഭാവമെന്ന്
അതിനെയാണ് പറയുന്നത്. എങ്ങനെയാണോ സമയം, എങ്ങനെയാണോ വ്യക്തി, എങ്ങനെയാണോ സാഹചര്യം, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം സരളമാക്കി മാറ്റുക. സരളം അർത്ഥം ഇണങ്ങുന്നത്. കടുപ്പ സ്വഭാവവും വളരെ ഗൗരവം ഉള്ളതും അല്ല. ഗൗരവമായിരിക്കുക നല്ലതാണ്, പക്ഷെ കൂടുതൽ അരുത്. സമയമനുസരണം എങ്ങനെയാണോ സമയം അങ്ങനെ, അഥവാ ആരെങ്കിലും ഗൗരവമാകുന്നു എങ്കിൽ ആ ഗുണത്തിനു പകരം അവരുടെ വിശേഷത ആ സമയത്ത് തോന്നുകയില്ല. സ്വയം വഴങ്ങാൻ കഴിയുക, ഇണങ്ങാൻ കഴിയുക. ചെറിയവർ ആയാലും വലിയവരായാലും വലിയവരോട് വലുപ്പത്തോടെ പോകാൻ കഴിയണം, ചെറിയവരോട് ചെറുപ്പത്തോടെ പോകാൻ കഴിയണം. കൂട്ടുകാരോട് കൂട്ടായി പോകാൻ കഴിയണം, മുതിർന്നവരോട് ബഹുമാനത്തോടെ പോകാൻ കഴിയണം. സരളമായാൽ വഴങ്ങാൻ കഴിയും. ശരീരവും സരളമാകുമ്പോഴല്ലേ എവിടേക്ക് വളയ്ക്കണോ സാധിക്കുന്നു. ബലം പിടിച്ചതാണെങ്കിൽ വളയ്ക്കാൻ കഴിയുകയില്ല. സരളമാണെങ്കിൽ എവിടേക്ക് വേണമോ വഴങ്ങും. അലസരാകരുത്. ബാബ്ദാദ പറഞ്ഞില്ലേ സരളമാവൂ, എങ്കിൽ സരളമായി. ഇങ്ങനെ ചെയ്യരുത്. സരള സ്വഭാവമാർത്ഥം എങ്ങനെയാണോ സമയം അങ്ങനെ തന്റെ സ്വരൂപം ഉണ്ടാക്കാൻ കഴിയുക. ശരി, ഡബിൾ വിദേശികൾക്ക് നല്ല ചാൻസ് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഡ്രിൽ ഓർമ്മയുണ്ടല്ലോ, അതോ മറന്നുവോ? ഇപ്പോൾ എല്ലാവരും ഈ ഡ്രിൽ ചെയ്യൂ, ചുറ്റിക്കറങ്ങൂ. ശരി, നാനാഭാഗത്തെയും സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക് നാനാഭാഗത്തു നിന്നും സ്നേഹസ്മരണ വാർത്തകൾ അയക്കുന്നവർക്ക് വളരെ നല്ല പല പല സംബന്ധത്തിൽ സ്നേഹപത്രവും തന്റെ അവസ്ഥയും എഴുതിയിട്ടുണ്ട്. സേവന വാർത്തകൾ, ഉണർവോടെ പദ്ധതികൾ വളരെ നല്ലതായി എഴുതിയിട്ടുണ്ട്. ബാബ്ദാദയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏത് സ്നേഹത്തോടെ പരിശ്രമത്തോടെ എഴുതിയിരിക്കുന്നുവോ, ആരെല്ലാം എഴുതിയിട്ടുണ്ടോ ആ ഓരോരുത്തർക്കും അവരവരുടെ പേരിൽ ബാബ്ദാദയുടെ ഹൃദയേശ്വരന്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹസ്മരണ സ്വീകരിച്ചാലും കുട്ടികളുടെ സ്നേഹം ബാബയോടുണ്ട്. അതിന്റെ കോടി മടങ്ങ് ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്. സദാ അമരവുമാണ്. സ്നേഹി കുട്ടികൾ ഒരിക്കലും ബാബയിൽ നിന്ന് വേറിടുകയില്ല. ബാബ കുട്ടികളിൽ നിന്നും വേറിടുകയില്ല. ഒപ്പമുണ്ട്, ഒപ്പം തന്നെ കഴിയും. നാനാഭാഗത്തെയും സദാ സ്വയം ബാബ് സമാനമാക്കുന്ന, സദാ ബാബയുടെ കണ്ണുകളിൽ, ഹൃദയത്തിൽ, മസ്തകത്തിൽ, സമീപത്ത് കഴിയുന്ന, സദാ ഒരു ബാബയുടെ ലോകത്ത് കഴിയുന്ന, സദാ ഓരോ ചുവടിലും ബാബ്ദാദയെ പിന്തുടരുന്ന, സദാ വിജയിയായിരുന്ന് വിജയിയാണ്, വിജയിയാകും, ഇങ്ങനെ നിശ്ചയത്തിലും ലഹരിയിലും കഴിയുന്ന, ഇങ്ങനെയുള്ള അതിശ്രേഷ്ഠരായ, തിരികെ കിട്ടിയ പ്രിയപ്പെട്ടതിലും പ്രിയപ്പെട്ട സർവ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണ നമസ്തേ. വരദാനം: ഓരോ സെക്കൻഡിന്റെയും ഓരോ സങ്കല്പത്തിന്റെയും മഹത്വം അറിഞ്ഞ് സമ്പാദ്യത്തിന്റെ ശേഖരണം നിറയ്ക്കുന്ന സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ അവിനാശി ബാബയിലൂടെ ഓരോ സമയവും അവിനാശി പ്രാപ്തികൾ ഉണ്ടാകുന്നു. മുഴുവൻ കൽപ്പത്തിൽ ഇങ്ങനെയുള്ള ഭാഗ്യം പ്രാപ്തമാക്കാനുള്ളത് ഈ ഒരേ ഒരു സമയമാണ്. അതിനാൽ താങ്കളുടെ സ്ലോഗനാണ് ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. എന്തു തന്നെ ശ്രേഷ്ഠകാര്യം ചെയ്യണമോ അത് ഇപ്പോൾ ചെയ്യുക. ഈ സ്മൃതിയോടെ ഒരിക്കലും സമയം, സങ്കല്പം, കർമ്മം വ്യർത്ഥമാക്കി കളയുകയില്ല. സമർത്ഥങ്ങളിലൂടെ ശേഖരണത്തിന്റെ കണക്ക് നിറഞ്ഞുകൊള്ളും. ആത്മാവ് സമർത്ഥമായി മാറും. സ്ലോഗൻ:
ഓരോ വാക്കിന്റെയും ഓരോ കർമ്മത്തിന്റെയും അലൗകികത തന്നെയാണ് പവിത്രത. സാധാരണതയെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തൂ.